അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 27 വ്യാഴാഴ്ച. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ ഭാഗമായി പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പിലെ വനിതാ പങ്കാളിത്തം എടുത്തുപറയേണ്ടതാണെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഐതിഹാസികമായ തീരുമാനങ്ങൾ ഈ സർക്കാരിന്റെ കാലത്തുണ്ടാകുമെന്നും ബജറ്റ് ചരിത്രപരമാകുമെന്നും പറഞ്ഞ രാഷ്ട്രപതി രാജ്യതാൽപര്യം മുൻനിർത്തി ഒന്നിച്ച് പ്രവർത്തിക്കാമെന്നും കൂട്ടിച്ചേർത്തു. എന്നാൽ യുവാക്കൾക്കായുള്ള സർക്കാർ ഇടപെടൽ പരാമർശിച്ചപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. നീറ്റ് എന്ന മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ഇതിനെതിരെ സുതാര്യമായ അന്വേഷണം നടക്കുമെന്ന് രാഷ്ട്രപതി ഉറപ്പു നൽകി. ഇന്ത്യയെ വിശ്വബന്ധുവായാണ് ലോകം കാണുന്നതെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പാർലമെന്റിലെ നയപ്രഖ്യാപന പ്രസംഗത്തിലും അടിയന്തരാവസ്ഥ വിഷയമായി. 1975 നടപ്പാക്കിയ അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്കെതിരായ നേരിട്ടുള്ള ആക്രമണത്തിന്റെ ഏറ്റവും ഇരുണ്ട അധ്യായമായിരുന്നെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ ഭരണപക്ഷം ആഹ്ലാദാരവം മുഴക്കിയപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറുടെ പ്രസംഗത്തിലും അടിയന്തരാവസ്ഥ വിരുദ്ധ വിമർശനങ്ങളുയർന്നു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു, ഒപ്പം മഴക്കെടുതികളും. മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴയിൽ വ്യാപക നാശം ഉണ്ടായതോടെ തീരമേഖലകളിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. എറണാകുളം എടവനക്കാട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. തീരമേഖലയോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് വൈപ്പിൻ ചെറായി സംസ്ഥാന പാത ഉപരോധിക്കുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നടന്ന നീക്കത്തിൽ നിയമസഭ പ്രക്ഷുബ്ധമായി. നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി. കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന 4 പേർക്ക് ശിക്ഷാ ഇളവ് നൽകാനാണ് നീക്കം നടന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപ്പട്ടികയിലുള്ള മുൻ ബ്രാഞ്ച് സെക്രട്ടറി മനോജിന്റെ ശിക്ഷാ ഇളവിനും ശുപാർശ ഉണ്ടായെന്നും കൊളവല്ലൂർ പോലീസ് ഇന്നലെ വൈകിട്ട് KK രമയുടെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചുവെന്നും മനോജിന് ശിക്ഷാ ഇളവ് നൽകുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു KK രമയുടെ അഭിപ്രായം തേടിയതെന്നും സർക്കാരിന് നാണമുണ്ടോ എന്നും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ചോദിച്ചു. പ്രതിപക്ഷം ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്നുവെന്ന് മന്ത്രി MP രാജേഷ്. പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ പുതുക്കിയ ശിക്ഷാ ഇളവ് പട്ടിക സർക്കാരിന്റെ പരിഗണനയ്ക്ക് എത്തിയിട്ടില്ലെന്നും പട്ടിക ലഭ്യമാക്കിയത് ജയിൽ മേധാവിക്കാണെന്നും അനർഹർ പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും മാധ്യമവാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സർക്കാർ ഇടപെട്ടുവെന്നും MP രാജേഷ് പറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ശുപാർശ നൽകിയതുമായി ബന്ധപ്പെട്ട് 3 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പുറത്തിറങ്ങി. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 VG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത്. TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് സബ്മിഷന് മറുപടി പറയാൻ മുഖ്യമന്ത്രി സഭയിൽ വന്നില്ലെന്ന് KK രമ MLA. ഇന്നലെ രാത്രി കൊളവല്ലൂർ പോലീസ് മൊഴിയെടുക്കാൻ വിളിച്ചപ്പോഴാണ് ശിക്ഷാ ഇളവിന് മനോജ് എന്ന പ്രതിയെ കൂടി പരിഗണിക്കുന്ന കാര്യം മനസ്സിലാകുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണെന്നും KK രമ പറഞ്ഞു. ശശി തരൂർ MP ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശത്തായിരുന്നതിനാൽ കേരളത്തിലെ MPമാരോടൊപ്പം ആദ്യ ദിവസം തരൂരിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് മുമ്പും അവസരമുണ്ടായിരുന്നെങ്കിലും വിമാനത്താവളത്തിൽ നിന്ന് പാർലമെന്റിൽ സമയത്ത് എത്താൻ കഴിയാതിരുന്നതിനാൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കാതെ വരികയായിരുന്നു. KSRTC ജീവനക്കാർക്കുള്ള ശമ്പളം 1-ാം തീയതി തന്നെ ഒറ്റത്തവണയായി കൊടുക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുകയാണെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. അതിനുള്ള ബാങ്ക് വായ്പ എടുക്കാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു വരികയാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കംഫർട്ട് സ്റ്റേഷൻ പരിപാലനം സുലഭ് എന്ന ഏജൻസിയെ ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ്
അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. അംഗീകൃത പരിശീലകർ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നേരിട്ടെത്തണമെന്ന നിബന്ധന ഗതാഗത വകുപ്പ് പിൻവലിച്ചതോടെ 15 ദിവസമായി ഡ്രൈവിംഗ് സ്കൂളുകാർ നടത്തിയിരുന്ന പ്രതിഷേധം അവസാനിപ്പിച്ചു. മന്ത്രി KP ഗണേഷ് കുമാറും ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുമായി നടത്തിയ ചർച്ചയിലാണ് ഒത്തുതീർപ്പായത്. അതേസമയം അംഗീകൃത പരിശീലകർ ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഉണ്ടാകണമെന്ന വ്യവസ്ഥ കർശനമാക്കും. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ പദ്ധതി പ്രതിസന്ധി അടിച്ചേൽപ്പിച്ചത് കേന്ദ്ര സർക്കാരാണെന്ന് മന്ത്രി MP രാജേഷ്. കേന്ദ്ര സമീപനത്തിൽ ഇപ്പോഴും മാറ്റമൊന്നുമില്ല. അനുവദനീയ വായ്പാ പരിധിയും വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. അസാധാരണ സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. സാമ്പത്തിക പ്രയാസം എല്ലാ മേഖലയിലുമുണ്ടെന്നും സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിലാണ് തുക അനുവദിച്ചതെന്നും അതിനാൽ ബില്ലുകൾ മാറാനായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. LDFന്റേതെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്. മുൻഗണന നിശ്ചയിക്കുന്നതിൽ സർക്കാർ പുനഃപരിശോധന നടത്തണമെന്നും പാർട്ടിയിലും മാറ്റങ്ങളുണ്ടാകണമെന്നും തിരുത്തലുകൾ ഉറപ്പാക്കാൻ പാർട്ടി തയ്യാറാകുമെന്നാണ് വിശ്വാസമെന്നും തോമസ് ഐസക് പറഞ്ഞു. CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ മനു തോമസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി. പാർട്ടിക്കെതിരെ എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ വലിയ സമയം വേണ്ടെന്നും കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലെന്നുമാണ് ആകാശ് തില്ലങ്കേരി ഫേസ്ബുക്കിൽ എഴുതിയത്. റെഡ് ആർമി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വന്ന ഒരു പോസ്റ്റിനെ താഴെയിട്ട കമന്റിലാണ് പ്രതികരണം. TP വധവും ഷുഹൈബ് വധവും ഓർമ്മിപ്പിച്ച് CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ മനു തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒഞ്ചിയവും എടയന്നൂരും വിപ്ലവമല്ല വൈകൃതമായിരുന്നുവെന്നും P ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊട്ടേഷൻ സംഘം ഭീഷണിയുമായി വന്നതിൽ ആശ്ചര്യമില്ലെന്നും മനു തോമസ് പറഞ്ഞു. കൊല്ലാനാവുമെന്നും പക്ഷേ നാളെയുടെ നാവുകൾ നിശബ്ദമായിരിക്കില്ലെന്നും വ്യാജ സൈന്യങ്ങളെ തെല്ലും ഭയമില്ലെന്നും പറഞ്ഞ മനു തോമസ് സംഘടനയെ സംരക്ഷിക്കാൻ കൊട്ടേഷൻ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നേതൃത്വം പറയണമെന്നും ആവശ്യപ്പെട്ടു. മനു തോമസിനെതിരായ P ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ CPMൽ അതൃപ്തി. അനവസരത്തിലെ പോസ്റ്റ് വിഷയം വഷളാക്കിയെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വിഷയത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഔദ്യോഗികമായി വിശദീകരിച്ച് വാർത്താസമ്മേളനം നടത്തിയ ശേഷം P ജയരാജൻ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് അനുചിതമായെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ 3 വർഷത്തിനിടെ കേരളത്തിൽ 2,57,839 സംരംഭങ്ങളാണ് MSME മേഖലയിൽ ആരംഭിച്ചതെന്ന് മന്ത്രി P രാജീവ് പറഞ്ഞു. കഴിഞ്ഞ 2 വർഷവും 1,00,000-ലധികം MSMEകൾ കേരളത്തിൽ ആരംഭിച്ചുവെന്നത് ചരിത്ര മുന്നേറ്റമാണെന്നും പ്രതിവർഷം 10,000 MSMEകൾ മാത്രം ആരംഭിച്ചിരുന്ന നാട്ടിലാണ് ഈ മാറ്റമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കെ-ഫോണിന് സർക്കാർ ഗ്യാരണ്ടിയോടെ 25 കോടി രൂപ വായ്പയെടുക്കാൻ മന്ത്രിസഭാ യോഗം അനുമതി നൽകി. 5 വർഷ കാലാവധിയിൽ 9.2% വരെ പലിശ നിരക്കിൽ വായ്പയെടുക്കാനുള്ള ഫയൽ IT വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി തന്നെയാണ് മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തിച്ചത്. സർക്കാർ ഗ്യാരണ്ടിയില്ലാതെ വായ്പ നൽകാനാകില്ലെന്ന ബാങ്ക് നിലപാട് കൂടി കണക്കിലെടുത്താണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. കേന്ദ്ര കേരള സർക്കാരുകൾ റേഷൻ മേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കുക, 2018 റേഷൻ വ്യാപാരി വേതന പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കുക, കിറ്റ് കമ്മീഷൻ കോടതി വിധി മാനിച്ചുകൊണ്ട് എല്ലാ വ്യാപാരികൾക്കും നൽകുക തുടങ്ങിയ ആവശ്യങ്ങളുയർത്തി ജൂലൈ 8, 9 തീയതികളിൽ സംസ്ഥാന വ്യാപകമായി സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ച് റേഷൻ കട ഉടമകളുടെ സംഘടന. ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും അടച്ചിട്ട് തിരുവനന്തപുരത്ത് രാപ്പകൽ സമരം നടത്തുമെന്നും സംഘടന അറിയിച്ചു. ഇതിലെ നല്ലത് ബസ്സിൽ പോകുന്നതായിരുന്നു. ഇന്നോവ ക്രിസ്റ്റ വരും. അതെ, 17 പേർക്കാണ് ഇന്നോവ ക്രിസ്റ്റ കിട്ടാൻ പോകുന്നത്. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാത്രിയോടെയാണ് അദ്ദേഹത്തെ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ യൂറോളജി വിഭാഗത്തിൽ നിന്നുള്ള ഡോക്ടർമാരുടെ പരിചരണത്തിലാണ് അദ്ദേഹം.
കർണാടക കോൺഗ്രസിൽ നേതൃതർക്കം. DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ചന്നാഗിരി MLA ബസവരാജു ശിവഗംഗ രംഗത്തെത്തി. ഇതിനു മുമ്പ് കോൺഗ്രസിന് ഭരണം കിട്ടിയപ്പോൾ 5 വർഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ 1.5 വർഷമായി സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി തുടരുകയാണ്. ഇനി ഭരണം മാറട്ടെയെന്നും DK ശിവകുമാർ മുഖ്യമന്ത്രിയാവട്ടെന്നുമാണ് ചന്നാഗിരി MLA ആവശ്യപ്പെടുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ജന്തർ മന്ദറിൽ പ്രതിഷേധ സമരം നടത്തി യൂത്ത് കോൺഗ്രസ്. NTA നിരോധിക്കുക, നീറ്റ് വീണ്ടും നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം നടത്തുന്നത്. അഗ്നിവീർ പദ്ധതി നിർത്തലാക്കണമെന്നും പ്രതിഷേധത്തിൽ ആവശ്യമുന്നയിക്കുന്നുണ്ട്. ദേശീയ അധ്യക്ഷൻ VV ശ്രീനിവാസന്റെ നേതൃത്വത്തിലാണ് സമരം നടത്തുന്നത്. കോളേജ് ക്യാമ്പസിൽ ഹിജാബ്, നിഖാബ്, ബുർഖ, തൊപ്പി എന്നിവയ്ക്ക് വിലക്കേർപ്പെടുത്തിയതിനെതിരായ ഹർജി ബോംബെ ഹൈക്കോടതി തള്ളി. മുംബൈയിലെ NG ആചാര്യ ആൻഡ് DK മറാത്തെ കോളേജ് മാനേജ്മെന്റിനെതിരെയാണ് 9 വിദ്യാർത്ഥിനികൾ കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹർജി തള്ളിയതോടൊപ്പം കോളേജ് മാനേജ്മെന്റിന്റെ തീരുമാനത്തിൽ ഇടപെടാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിൽ സ്ഥാപിച്ചിരുന്ന എബ്രഹാം ലിങ്കന്റെ മെഴുകുപ്രതിമ കനത്ത ചൂടിൽ ഉരുകി. പ്രതിമയുടെ തല വേർപെട്ടു. 37 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് വാഷിംഗ്ടണിൽ രേഖപ്പെടുത്തിയത്. 6 അടി ഉയരമുള്ള എബ്രഹാം ലിങ്കണിന്റെ പ്രതിമ നോർത്ത് വെസ്റ്റ് വാഷിംഗ്ടണിലെ ഒരു സ്കൂളിലാണ് സ്ഥാപിച്ചിരുന്നത്. നികുതി വർധനയ്ക്കെതിരെ പ്രക്ഷോഭം ശക്തമായതിന് പിന്നാലെ വിവാദ തീരുമാനം പിൻവലിച്ച് കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ. പാർലമെന്റിലേക്ക് അടക്കം പ്രതിഷേധക്കാർ എത്തിയതിന് പിന്നാലെയാണ് തീരുമാനം. നികുതി വർധന സംബന്ധിച്ച ബില്ലിൽ താൻ ഒപ്പിടില്ലെന്ന് വില്യം റൂട്ടോ ബുധനാഴ്ച വിശദമാക്കി. രാജ്യവ്യാപകമായി നടന്ന പ്രക്ഷോഭത്തിൽ 23 പേരാണ് കൊല്ലപ്പെട്ടത്. UAE-യിൽ താപനില 50 ഡിഗ്രിയും കടന്നു. അലൈനിലെ ഉമ്മു അസീമുൽ എന്ന സ്ഥലത്താണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് താപനില 50.3 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത്. ഈ മാസം 21-ന് അൽ ദഫ്ര മേഖലയിലെ മെസൈറയിൽ 49.9 ഡിഗ്രി രേഖപ്പെടുത്തിയിരുന്നു. 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഫൈനലിൽ പ്രവേശിച്ച് ദക്ഷിണാഫ്രിക്ക. സെമിയിൽ അഫ്ഗാനിസ്ഥാനെ 9 വിക്കറ്റിന് തകർത്തെറിഞ്ഞാണ് ദക്ഷിണാഫ്രിക്ക ഫൈനലിലേക്ക് പ്രവേശിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനെ 56 റൺസിന് ഓൾ ഔട്ടാക്കിയ എയ്ഡൻ മാക്രവും സംഘവും 8.5 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യത്തിലെത്തി. ലോകകപ്പിൽ ആദ്യമായാണ് ദക്ഷിണാഫ്രിക്ക ഫൈനലിലെത്തുന്നത്. ഇന്ത്യയും ഇംഗ്ലണ്ടുമായും ഇന്ന് നടക്കുന്ന 2ാമത്തെ സെമി ഫൈനലിലെ വിജയികളെയാണ് ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ നേരിടുക. ഇന്ന് രാത്രി 8 മണിക്കാണ് 2ാം സെമിഫൈനൽ ആരംഭിക്കുക. കോപ്പ അമേരിക്കയിൽ ജമൈക്കയെ 1-3 ഗോളുകൾക്ക് തകർത്ത് ഇക്വഡോർ. മറ്റൊരു മത്സരത്തിൽ വെനസ്വേലയ്ക്ക് മെക്സിക്കോയ്ക്കെതിരെ ഏകപക്ഷീയമായ 1 ഗോളിന്റെ വിജയം. ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.